പറയാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? വെഞ്ഞാറമൂട്ടി സംഭവിച്ചതറിയോ? പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുത്തതെന്നറിയോ? എന്തൊരവസ്ഥയാ! മുസ്ലിം സമുദായം ഇവിടെ പോയി അതമ്പതിക്കുകയാ. ലഹരിക്കടിമപ്പെടുകയോ, കുടുംബങ്ങൾ ചിഹ്ന ചിഹ്നമാക്കപ്പെടുകയോ, കുടുംബ സഹോദരങ്ങൾ തമ്മിൽ വല്ലാത്ത അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയോ. എവിടെ എത്തി എൻ്റെ സമുദായം? എവിടെ എത്തി എൻ്റെ സമൂഹം? അതാകട്ടെ ഗൗരവത്തോടെ ചിന്തിക്കണേ. പ്രസംഗിക്കാൻ പ്രബോധകനില്ലാത്തതിൻ്റെ പേരിലല്ല, പള്ളികളിൽ വേണ്ടതുപോലെ മദ്രസയിൽ പോകാത്തതിൻ്റെ പേരില, അറബി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മദ്രസ നിർത്തുന്ന യുവാക്കളെ, 3ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മദ്രസ വേണ്ട, മദ്രസയിൽ തന്നെ പിന്നെ പ്രശ്നങ്ങളുമായി നീങ്ങുന്ന സഹോദര, അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടി താല്പര്യമില്ലാതെ ദീന് പഠിക്കുമ്പോൾ അവസാനം ദീനില്ലാതെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമുദായത്തിൽ മക്കളെ തിരിച്ചറിയില്ല, സഹോദരനെ തിരിച്ചറിയില്ല, പിതാവിനെ തിരിച്ചറിയില്ല, ഉമ്മയെ തിരിച്ചറിയില്ല, വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയില്ല. എന്തൊരവസ്ഥയാ! അള്ളാന്റെ റസൂല് പറഞ്ഞതാ, എൻ്റെ സമുദായം ചിഹ്ന ഭിന്നമാക്കപ്പെടുന്നതാ, എൻ്റെ സമുദായം കുളച്ചണ്ടികളെപ്പോലെ ആക്കപ്പെടുന്ന അവസ്ഥ വരുന്നതാ. അതാ ചിഹ്നപ്പെട്ട വക്കോലികളെ പോലെ ആക്കപ്പെടുന്ന അവസ്ഥ വരുമെന്നാ. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കണേ. എൻ്റെ സമൂഹം ഉയർന്ന് ചിന്തിക്കണേ, ഉണർന്ന് ചിന്തിക്കണേ, തമ്പീഹായി ചിന്തിക്കണേ. അല്ലാഹുവിൻ്റെ കോടതിയുണ്ടെന്നുള്ള ബഹുമാനം വേണം. നാളെ പാരത്രികമായ ലോകമുണ്ട്. ഈ ദുനിയാവിൽ പൊന്നുമോനെ നീ ഒരു കൊല ചെയ്തെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ അത് ഒരു കൊല തന്നെ നടപ്പിലാക്കും. നീ ദുനിയാവിൽ അതാ ഒരു കൊല ചെയ്തതിനും 100 കൊല ചെയ്തതിനും ഈ ദുനിയാവിൻ്റെ കോടതിയിൽ ഒരു ശിക്ഷയാണെങ്കിൽ അല്ലാഹുവിൻ്റെ കോടതിയുണ്ട് മോനെ. അവിടെ ഒരു കൊല ചെയ്താലും 100 കൊല ചെയ്താലും ഒരു ശിക്ഷയല്ല. 100 പേരെ കൊന്നതിനും 6 പേരെ കൊന്നതിനും 6 വട്ടം ശിക്ഷിക്കപ്പെടും കേട്ടോ. രക്തത്തിൽ രക്തം തിരിച്ചറിയാതെ കൊല്ലുന്നുണ്ടല്ലോ, സ്വന്തം രക്തത്തെ മനസ്സിലാക്കാതെ കൊല്ലുന്നുണ്ടല്ലോ. എന്തൊരു നൂറ്റാണ്ടായി മാറപ്പെടുകയാ, മനുഷ്യൻ അതമ്പതിച്ചു പോവുകയാ. ഇത് പറയാൻ തന്നെ പേടിയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലൻ റഇയതിഹി. എൻ്റെ സമൂഹത്തിനോട്, എൻ്റെ സമുദായത്തിനോട് ചോദ്യം ചെയ്യപ്പെടുന്നതാ. നിന്റെ യുവത്വം എന്തിന് ചിലവഴിച്ചടാ? നിന്റെ പ്രായം എന്തിന് 23 വയസ്സ് ചിലവഴിച്ചടാ? നീ നിന്റെ കൊല നടത്താൻ വേണ്ടിയാണോ? ചോദ്യമുണ്ട്. നിന്റെ ഓരോ സന്ദർഭങ്ങളും ചോദ്യമുണ്ട് മോനെ. അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത കോടതിയാ. അവൻ ആരെന്നറിയണ്ടേ? അഹ്കമിൽ ഹാകിമീൻ, സർവവിധികർത്താക്കളുടെയും വിധികർത്താവാ, സർവ വക്കീലുമാരുടെയും ഏറ്റവും വലിയ വക്കീലാ. അവിടെയാണ് പൂർണ്ണനീതിയുള്ളത്, അവിടെയാണ് എല്ലാമായ നീതിയുള്ളത്. അത് റബ്ബിൻ്റെ അടുക്കുള്ള നീതി അപാരം തന്നെ. വളരെ ഗൗരവമായി ചിന്തിക്കോളണം യുവാക്കളെ.